ചിലർക്ക് ജയിൽവാസം എന്നത് ശിക്ഷയല്ല, വിശപ്പടക്കാനുള്ള ഇടവും കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കാനുള്ള ഒരു ഉല്ലാസ കേന്ദ്രവും കൂടിയാണ്. അത്തരം ചിന്തയിൽ ജയിലിലേക്കുള്ള വഴി തേടിയ ഒരു യുവാവുണ്ട് കൊല്ലത്ത്. കളക്ട്രേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കിയ യുവാവിനെ പിടികൂടിയപ്പോഴാണ് ഈ വിചിത്രമായ കഥ കേട്ടത്. അടിപിടി കേസിൽ നേരത്തെ 15 ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോഴത്തെ സുഖവാസമാണ് പ്രമോദിനെ വീണ്ടും ജയിലിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10-നാണ് 44-കാരനായ പ്രമോദ് ജോൺ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് 112 എന്ന നമ്പറിൽ വിളിച്ച് ഭീഷണി മുഴക്കിയത്. കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ള ബോംബ് 50 മിനിറ്റിനുള്ളിൽ പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ഫോൺ നമ്പർ തെരഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഉടമയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രമോദിന്റെ വീട്ടിൽ പോലീസ് സംഘമെത്തി. അവിടെ പോലീസിനെ കാത്തു നിൽക്കുകയായിരുന്നു ഇയാൾ. ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. തീവ്രവാദ ബന്ധം സംശയിച്ചും ചോദ്യം ചെയ്തെങ്കിലും യുവാവിൽ നിന്നും വിചിത്ര മറുപടിയാണ് ലഭിച്ചത്. ജയിലിലെ നല്ല ഭക്ഷണം പ്രതീക്ഷിച്ചാണ് താൻ ഭീഷണി മുഴക്കിയതെന്നായിരുന്നു പ്രമോദ് ജോണിന്റെ മൊഴി. ജയിലിൽ കഴിയാനാണ് ബോംബ് ഭീഷണി മുഴക്കിയതെന്ന് പ്രമോദ് വെളിപ്പെടുത്തിയെങ്കിലും പോലീസ് ആദ്യം വിശ്വസിച്ചില്ല. പ്രാദേശികമായുള്ള അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് പ്രമോദിന്റെ മൊഴി വിശ്വസിച്ചത്. അവിവാഹിതനായി ഇയാൾ ജോലിക്ക് പോകാറില്ല. അടിപിടി കേസിൽ നേരത്തെ 15 ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്ന് കൃത്യസമയത്ത് ഭക്ഷണം ലഭിച്ചിരുന്നതാണ് പ്രചോദനമായതെന്നും പ്രമോദ് പോലീസിനോട് പറഞ്ഞു. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.